നൗഷാദ് അലി, ബംഗാളിൽ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് വരാൻ പോകുന്നത് BJP. 18 എന്നുള്ളത് 22 ആക്കിയാൽ മതി, 3 സീറ്റ് കൂട്ടിയ അല്ല 4 സീറ്റ് കൂട്ടിയാൽ മതി BJPക്ക് ഒറ്റക്കക്ഷി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിയും. ഒഡീഷയിൽ ഒരു ഓൾട്ടർനേറ്റീവായി വരുന്നു, സർക്കാർ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ഓൾട്ടർനേറ്റീവായി മാറാനുള്ള സാധ്യതയെക്കുറിച്ച് KVS വാചാലനാവുകയാണ്. ആന്ധ്രാപ്രദേശിൽ DMK TDP BJP സഖ്യം അധികാരത്തിൽ വരാനുള്ള സാധ്യത, അതിന് സാധ്യതയുണ്ട്. കാരണം TDP അവിടെ YSRCP അവിടെ ആൻറ്റി ഇൻകംബൻസി നേരിടുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ ഭരണം അട്ടിമറിക്കും, നിങ്ങളുടെ വടക്കേ ഇന്ത്യയിലെ ആപ്പീസ് പൊട്ടിക്കും. ഇവിടെ നികേഷ്, നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക്, നമ്മൾ ബംഗാളിൻ്റെ കാര്യം നേരത്തെ ചർച്ച ചെയ്താണ്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ BJP എന്നൊരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ സദാചാരമില്ലായ്മ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. കാരണം ഇവിടെ ബിജു പട്നായിക്കിൻ്റെ അവസാന കാലഘട്ടം തൊട്ട് ഒറീസയിൽ BJDയും BJPയും തമ്മിൽ സഖ്യമാണ്. BJPക്ക് തൊട്ടുകൂടായ്മയുള്ള കാലത്ത് BJPയെ ഒപ്പം കൂട്ടിയ പാർട്ടിയാണ് BJD. നവീൻ പട്നായിക്കിൻ്റെ കാലത്ത് അത് ഊഷ്മളമായി. ഇപ്പം നവീൻ പട്നായിക്കിന് ചെറിയ ക്ഷീണം ശാരീരികമായിട്ടൊക്കെ വരുന്നൊരു കാലം വന്നപ്പോൾ ഇവർ പെട്ടെന്ന് സഹായിച്ചവരെ വിഴുങ്ങാനുള്ള ശ്രമം ആ സംസ്ഥാനത്ത് ഹരിയാനയിൽ അത് പറഞ്ഞോളൂ. അതുപോലെ പഞ്ചാബിലെ അകാലിദളിന്റെ സ്ഥിതി ഞാൻ ഓർത്തു പോവുകയാണ്. അകാലിദളൊക്കെ ഏത് കാലം മുതൽ BJPയുമായിട്ട് സഖ്യമാണ്. അതേ അവസ്ഥ തന്നെ തങ്ങൾക്കും വരുമെന്നൊക്കെ ചിന്തിക്കാനുള്ള വിവേകം ചന്ദ്രബാബു നായിഡുവിനെ പോലെ വളരെ ദീർഘമായ രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള ആൾക്കൊക്കെ ഉണ്ടാകുമെന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ അനുഭവം എന്താണ് നൗഷാദ് അലി? നിങ്ങളുടെ കൂടെ കൂടി ചന്ദ്രബാബു നായിഡു ഒന്നും അല്ലാതായത് ഇതേ 2019 ഇതേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ അദ്ദേഹത്തെ ഒന്നും അല്ലാതായ കണ്ടത്. അല്ല അത് ജനങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്, അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചതിവുണ്ടായിട്ടൊന്നും അല്ലല്ലോ. ഞാൻ BJP എന്നൊരു പാർട്ടി ബോധപൂർവം നടത്തുന്നൊരു വഞ്ചനയുടെ രാഷ്ട്രീയമാണ് ഞാനീ പറയുന്നത്. അവിടെ BJP മത്സരിക്കുന്നത് 10-ൽ താഴെ നിയമസഭാ സീറ്റിലാണ്. ചന്ദ്രബാബു നായിഡു ഇൻ കേസ് അവിടെ അധികാരത്തിലെത്തിയാൽ പോലും BJP വട്ടപൂജ്യത്തിലെത്തിയാൽ അത്ഭുതമില്ല. അവിടെ ലോക്സഭയിലാണ് BJP വിലപേശി 5-6 സീറ്റുകളിൽ മത്സരിക്കുന്നത്. അവിടത്തേക്ക് റിസൾട്ടും ഫലമൊക്കെ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നികേഷ്, ഇന്ത്യ രാജ്യത്ത് ബംഗാളിലൊന്നുമല്ല BJPക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് ഒരു പക്ഷേ തെലങ്കാനയിലായിരിക്കും. അവിടെ 4 സീറ്റ് അവർക്കുണ്ട്. ഒഡീഷയിൽ സാധ്യതയുണ്ട്, തെലങ്കാനയിൽ സാധ്യതയുണ്ട്, ബംഗാളിൽ സാധ്യതയുണ്ടെന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. അല്ല, ഇവിടെ തെലങ്കാനയിൽ ഒരു സീറ്റൊക്കെ ചിലപ്പോൾ വർദ്ധിച്ചാലായി അവിടെ BRS ക്ഷയിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു വിഹിതം BJPക്ക് കിട്ടുമായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കണക്കൂട്ടാം. ആന്ധ്രാപ്രദേശിൽ അവിടെ ഏതായാലും ഇവിടെ ഒരു പുതിയ സഖ്യത്തിന്റെ മറവിലെ സീറ്റ് കിട്ടിയേക്കാന്നാണ്. Debate with MV Nikesh Kumar.